ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത മാസം 7-ാം തീയതിക്ക് ശേഷം NAOS 2024 ഒക്ടോബർ ബാച്ചിന്റെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ട് ഉണ്ടാകും, ഒബ്ജക്റ്റീവ് പാർട്ടും സബ്ജക്റ്റീവ് പാർട്ടും. നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒബ്ജക്റ്റീവ് പാർട്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 50% ആയിരിക്കും ഒബ്ജക്റ്റീവ് പാർട്ട് വരുന്നത്. മേ ബി ഫ്ലക്ച്വേഷൻസ് കൊണ്ട് 47ഓ 48ഓ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പോലും NAOS ബോർഡ് പറഞ്ഞിരിക്കുന്നത് 50% ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പാർട്ട് എന്നാണ്. ഓക്കെ, അപ്പം ഈ ഒബ്ജക്റ്റീവ് പാർട്ടിൽ ഫസ്റ്റ് വരുന്നത് MCQ. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ MCQന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ തന്നെ ആൻസർ ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യന് 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാകും. ABCD അങ്ങനെ ആയിരിക്കാം. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതുക. ഇപ്പൊ 25 ക്വസ്റ്റ്യൻസ് MCQയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 70 അറ്റൻഡ് ചെയ്തെന്ന് വെച്ചോ. അതിൽ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച്. അപ്പം 70 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 70 × 1 = 70. നിങ്ങൾക്ക് ഈസി ആയിട്ട് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ആ ക്വസ്റ്റ്യൻസിൽ കുറച്ച് പാർട്ട് ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാച്ച് ദ ഫോളോവിങ്. അതായത് 2 കോളംസ് ഉണ്ടാകും. ഫസ്റ്റ് കോളത്തിന് മാച്ച് ആയിട്ടുള്ളത് സെക്കൻഡ് കോളം ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് മാച്ച് ദ ഫോളോവിങ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം. 3 മണിക്കൂറായിരിക്കും നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. ആ 3 മണിക്കൂർ ഇപ്പൊ ഒബ്ജക്റ്റീവ് പാർട്ടും സബ്ജക്റ്റീവ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ട്രൂ ആയത് ഫോൾസ് ഏത്, ശരിയാണെങ്കിൽ ട്രൂ എന്ന് കൊടുക്കുക, തെറ്റായ പ്രസ്താവനയാണെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കുക. അതാണ് ട്രൂ ഓർ ഫോൾസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓൺ വേർഡിൽ ആൻസർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് MCQ പോലെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് നിങ്ങൾ ഓൺ വേർഡിൽ ആൻസർ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് വരുന്നത് അസെഷൻ ആൻഡ് റീസണിങ്. ഇത് ഏകദേശം നമ്മുടെ MCQ പോലെയാണ്. ഇപ്പൊ സപ്പോസ് A is true, B is true, C is false. ഇതുപോലെ ഒരു 4ഓ 5ഓ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് വരുന്നത് പാരഗ്രാഫ്. പാരഗ്രാഫ് നിങ്ങൾക്ക് ഒരു ചെറിയ പാരഗ്രാഫ് തന്നിരിക്കും. ആ പാരഗ്രാഫ് നന്നായിട്ട് റീഡ് ചെയ്യുക. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. പാരഗ്രാഫ് വായിച്ചിട്ട് ആ ഒരു ബേസിലായിരിക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പാർട്ടിൽ വരുന്നത്. MCQ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോവിങ്, ട്രൂ ഓർ ഫോൾസ്, ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അസേഷൻ ആൻഡ് റീസണിങ്, പാരഗ്രാഫ്. ഇത്രയും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു മാർക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് സ്കോർ ചെയ്യാം. മിക്ക സ്റ്റുഡൻസും ഒബ്ജക്റ്റീവ് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സബ്ജക്റ്റീവ് പാർട്ട് തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒബ്ജക്റ്റീവ് പാർട്ട് കാണുമ്പോൾ സ്റ്റുഡൻസ് ടെൻസ്ഡ് ആവും. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ ഒബ്ജക്റ്റീവ് പാർട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിന്റെ ഒരു ഏകദേശ ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും ഗുരുകുൽ കോളേജ്.